സ്നേഹിക്കുന്നവരെ കുറിച്ച് നമ്മൾ പറയാറില്ലേ, അവനെ കണ്ടു കഴിഞ്ഞപ്പം അവൾക്ക് വീടും വേണ്ട വീട്ടുകാരെയും വേണ്ട, അവൻ്റെ പിന്നാലെ അങ്ങ് ഇറങ്ങിപ്പോയെന്ന്. പിന്നെ അവരുടെ കണ്ണിൽ മറ്റാരും മറ്റൊന്നും പെടില്ല അല്ലേ? ഇത് തന്നെയാണ് നമ്മുടെ അന്നക്കൊച്ചിനും പറ്റിപ്പോയത്. എട്ടും പൊട്ടും തിരിയാത്ത നമ്മുടെ കൊച്ചിനെ ആ നസ്രായം വന്ന് വശീകരിച്ചില്ലേ? ഇങ്ങ് കേരളത്തിൽ കിടന്ന കൊച്ചിനെ അങ്ങ് ജെറുസലേമിലേക്ക് അവൻ കടത്തിക്കൊണ്ട് പോയില്ലേ? എന്നാ ചെയ്യാനാന്ന് പറ. ഒന്നില്ലേലും നമ്മുടെ കൊച്ചല്ലേ, നമ്മൾ അന്വേഷിക്കണ്ടേ? ഇതൊരു സത്യാവസ്ഥ അറിയാൻ ഇവരുടെ പിന്നാലെ ഒളിക്യാമറയുമായി ഒരു രഹസ്യയാത്ര നമുക്ക് നടത്തിയാലോ? ഏതായാലും അവള് കയ്യിലൊന്നും വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോയിട്ടില്ല കേട്ടോ. പക്ഷേ അവളുടെ കയ്യിൽ എന്തോ ഒന്നുണ്ട്. കുരിശോ? അതെന്തിനാ ഈ കുരിശ്? നമ്മളൊക്കെ സത്യക്രിസ്ത്യാനികളാണ് എന്നതിൽ അഭിമാനിക്കുന്നവരാണല്ലേ. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ക്രിസ്ത്യാനി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവിന്റെ അനുയായികൾ. അങ്ങനെയെങ്കിൽ ഈ ക്രിസ്തു തന്നെ അനുഗമിക്കുന്നതിനെ കുറിച്ച് ഒരു വചനം പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ വചനം? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. തന്നെ പരിത്യജിച്ച്, അതത്ര എളുപ്പമാണോ? എന്നാൽ അൽഫോൻസാമയുടെ ജീവിതത്തിലൂടെ നോക്കുമ്പോൾ കാര്യം വളരെ സിമ്പിൾ ആണെന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവനെ കണ്ടു കഴിഞ്ഞപ്പം പിന്നെ വീടും വേണ്ട വീട്ടുകാരെയും വേണ്ട, അവൻ്റെ പിന്നാലെ അങ്ങ് ഇറങ്ങിപ്പോയെന്ന് അല്ലേ? അതെ, അത്രമാത്രം നാം ഒരാളെ സ്നേഹിക്കുമ്പോൾ പിന്നെ അവിടെ ഞാനില്ല, അവൻ മാത്രം, ഈശോ മാത്രം. നമ്മുടെ അമ്മമാരെ നോക്കിക്കേ, അവരെപ്പോഴെങ്കിലും കുഞ്ഞുങ്ങളെ എടുത്തിട്ട് ഇതിനെന്തൊരു ഭാരമാണെന്നോ, ഞാൻ നിന്നെ 9 മാസക്കാലം ചുമന്ന് നിന്നെ നൊന്ത് പെറ്റതാണെന്ന് കണക്ക് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. നാം ഒരാളെ അത്രമാത്രം സ്നേഹിക്കുമ്പോൾ പിന്നെ നാം അവിടെ അവകാശവാദങ്ങൾ ഉന്നയിക്കില്ല. കാരണം അതൊന്നും മറ്റൊന്നും അവർക്ക് വിഷയമേ അല്ല അല്ലേ? അതെ, തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് തന്നെ അനുഗമിക്കട്ടെ. എന്താണ് ഈ കുരിശ്? ഈശോയെ സംബന്ധിച്ച് ദൈവപിതാവിന്റെ ഹിതം നിറവേറ്റാൻ, ലോകരക്ഷ സാധ്യമാക്കാൻ ഈശോ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമൊക്കെ ഈശോ ഏറ്റെടുത്ത ത്യാഗമാണ് ഈശോയെ സംബന്ധിച്ച് ഈശോയുടെ കുരിശ്. നമ്മളെ സംബന്ധിച്ചോ ദൈവഹിതം നിറവേറ്റാൻ, ഈശോയോട് അനുരൂപപ്പെടാൻ നമ്മുടെ മനുഷ്യപ്രകൃതിയിൽ നാം ഏറ്റെടുക്കുന്ന ത്യാഗമാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കുരിശ്. അങ്ങനെയെങ്കിൽ അൽഫോൻസാമയ്ക്ക് കുരിശുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എന്തായിരുന്നു അൽഫോൻസാമയുടെ കുരിശ്? അൽഫോൻസാമ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ, അഥവാ ദൈവം അവൾക്ക് അനുവദിച്ച സഹനങ്ങൾ, അവളുടെ രോഗങ്ങൾ, അവളുടെ ബലഹീനതകൾ. വിശുദ്ധിക്ക് ബലഹീനതയോ? ഉണ്ടായിരുന്നേ. നമുക്കൊക്കെ ഒരു തെറ്റായ ധാരണയുണ്ട്, ഈ വിശുദ്ധരെന്ന് വെച്ചാൽ ദൈവം ഇങ്ങനെ എന്തോ പ്രത്യേക സിദ്ധികൾ കൊടുത്ത് സ്വർഗത്തിൽ നിന്നും നേരെ ഭൂമിയിലേക്ക് ഇങ്ങനെ നൂല കെട്ടി താഴെ ഇറക്കുന്നവരാണെന്നല്ലേ? ഇല്ല, അവരും നമ്മളെ പോലെ സാധാരണ മനുഷ്യരായിരുന്നു. അൽഫോൻസാമയെ സംബന്ധിച്ച് അൽഫോൻസാമയുടെ ഒരു ബലഹീനത എന്തായിരുന്നു? നമുക്കറിയാം, ഒരു കുഞ്ഞിന് അവകാശപ്പെട്ട സ്നേഹം അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടതുപോലെ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നിടത്തേക്ക് ഒരു സ്വാഭാവിക ചായ്വ് ഉണ്ടാകുക വളരെ സർവ്വസാധാരണമാണല്ലേ? അതെ, അൽഫോൻസാമയ്ക്കും ഈ ഒരു സ്നേഹപ്രകൃതം, അൽഫോൻസാമ തന്നെ പറയുന്നുണ്ടല്ലോ, എൻ്റെ ഒരു സ്നേഹപ്രകൃതമാണെന്ന്. ഈ ഒരു ബലഹീനതയായിട്ട് തന്നെയാണ് അൽഫോൻസാമ ക്രൂശിതനെ അനുഗമിച്ചത്. അതെ, നാം ഒന്നും ഓർക്കണം, ഇത്ര ബലഹീനയായ അൽഫോൻസാമ അനുഗമിച്ചത് ക്രൂശിതനെയാണ്. അവൾ നടന്നത് കുരിശിന്റെ വഴിയെയാണ്. അപ്പോൾ യാത്ര അത്ര എളുപ്പമായിരുന്നു? അല്ല. ആ യാത്രയിൽ ഒരുപാട് സഹനങ്ങളും പീഡനങ്ങളും ഒക്കെ അവൾ നേരിടേണ്ടി വന്നു അല്ലേ? എന്നാൽ എന്താണ് അവസാന ശ്വാസം വരെ ഈ ക്രൂശിതനെ അനുപദം അനുഗമിക്കാൻ അവളെ ശക്തയാക്കിയത്? യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. അതെ, അവൻ നടന്ന അതേ വഴിയിലൂടെ. അൽഫോൻസാമയ്ക്ക് അറിയാമായിരുന്നു തൻ്റെ മണവാളൻ നടന്ന അതേ വഴിയിലൂടെ അവൾ നടക്കേണ്ടിയിരിക്കുന്നു. അൽഫോൻസാമ തന്നെ പറയുന്നുണ്ട്, ഒരു രാജാവ് തൻ്റെ പ്രജകളിൽ ഏറ്റവും പാവപ്പെട്ട ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വത്തെല്ലാം അവളുടെ സ്വന്തമാണ് അല്ലെ? അതുകൊണ്ട് അൽഫോൻസാമയ്ക്ക് അറിയാമായിരുന്നു, ഈ ഈശോയാകുന്ന രാജാവിന്റെ സ്വത്ത്, അവന്റെ സഹനങ്ങള്, ഈ കുരിശ്, ഇതെല്ലാം എൻ്റെ അവകാശമാണ്, എൻ്റെ ഓഹരിയാണെന്ന് അൽഫോൻസാമയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതാണ് അവളെ അവസാന ശ്വാസം വരെ ഇത്ര വിശ്വസ്തയോടെ അവനെ അനുപദം അനുഗമിക്കാൻ, തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കാൻ അവളെ ശക്തയാക്കിയത്.
എങ്ങനെയാണ് നമ്മുടെ അൽഫോൻസാമ ഈ ക്രൂശിതനെ ഈശോയെ അനുഗമിച്ചതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഈശോയെ കുരിശിന്റെ വഴിയെ അൽഫോൻസാമയോടൊപ്പം നമുക്കൊന്ന് അനുഗമിച്ചാലോ. 1-ാം സ്ഥലം, ഈശോ കുരിശ് മരണത്തിന് വിധിക്കപ്പെടുന്നു. അതെ, തൻ്റെ മണവാളൻ, ഒരു തെറ്റും ചെയ്യാത്ത തൻ്റെ മണവാളൻ കുരിശ് മരണത്തിന് വിധിക്കപ്പെടുന്നു. അതുകൊണ്ട് അൽഫോൻസാമയ്ക്ക് അറിയാമായിരുന്നു അവൻ്റെ മണവാട്ടിയും അന്യായമായ വിധിക്ക് അല്ലെങ്കിൽ കുറ്റാരോപണങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഒക്കെ വിധേയാകേണ്ടി വരുമെന്ന്. എന്നാൽ അൽഫോൻസാമ തൻ്റെ ഡയറിക്കുറിപ്പിൽ, നൊവിഷ്യേറ്റിലെ ഡയറിക്കുറിപ്പിൽ, നൊവിഷ്യേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഒരു സന്യാസി ആകുന്നതിന് മുൻപ് അതിനായിട്ട് ഒരുങ്ങുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് അൽഫോൻസാമ എഴുതിയത് കേട്ടാൽ നമുക്ക് അതിശയം തോന്നും. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആരെങ്കിലും എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ അത് മാറ്റുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ ഖനം കുറയ്ക്കുന്നതിന് മാത്രമേ ഇന്ന് വരെ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. പിന്നീട് മറ്റൊരു അവസരത്തിൽ അവൾ തൻ്റെ സുപ്പീരിയറിനോട് പറയുകയാണ്, എനിക്ക് മനോവേദന ഉണ്ടാക്കുന്നവരോട്, വിശിഷ്യ ഇല്ലാത്ത കുറ്റം പറയുന്നവരോട് വളരെ പ്രയാസമായിരുന്നു. അവരുടെ നേരെ ഒന്ന് നോക്കാൻ പോലും എനിക്ക് സാധിച്ചിരുന്നില്ല എന്ന്. അത്ഭുതം തോന്നുന്നല്ലേ? നമ്മൾ അറിയുന്ന അൽഫോൻസാമയാണോ ഇത്? അപ്പോൾ പിന്നെ ചരിത്രത്തിൽ എന്ത് അത്ഭുതമായിരിക്കും സംഭവിച്ചിരിക്കുക? ആ അന്നക്കുട്ടിയിൽ നിന്നും നാം അറിയുന്ന വിശുദ്ധ അൽഫോൻസാമയായി രൂപാന്തരപ്പെട്ട എന്ത് അത്ഭുതമായിരിക്കും സംഭവിച്ചത്? അതെ, അവൾ തന്നെ തുടർന്ന് പറയുന്നുണ്ട്, ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെയും പരിശ്രമിച്ചതിൻ്റെയും ഫലമായി ഇന്ന് സ്നേഹമായി വർത്തിച്ചില്ലെങ്കിൽ മാത്രമാണ് എനിക്ക് വിഷമമെന്ന്. അതെ, നമുക്കറിയാം പിന്നീട് പരസ്യമായി അവൾ കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ അവൾ ഒരു വാക്കുപോലും മറുത്തു പറയാതെ പറ്റിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തെ തെറ്റാണ്, എന്നോട് ക്ഷമിക്കണമേ എന്നൊക്കെ പറയാൻ മാത്രം അവൾ ഉയർന്നെങ്കിൽ തീർച്ചയായിട്ടും അവൾ തന്നെ പരിത്യജിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അവൾക്കും തന്നെ ന്യായീകരിച്ച് പറയാനൊക്കെ പ്രലോഭനം വരുന്നുണ്ട്. എന്നാൽ അവൾ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് അവനെ അനുഗമിച്ചു. കുരിശെടുക്കുക, കുരിശ് എന്താണെന്ന് നമ്മൾ കണ്ടു അല്ലേ? എന്നാൽ ഈ കുരിശെടുക്കുക എന്ന് വെച്ചാൽ എന്താണ്? 2-ാം സ്ഥലം, ഈശോ കുരിശ് ചുമക്കുന്നു. ഈ കുരിശ് ചുമക്കുന്നതിനെ കുറിച്ച് അൽഫോൻസാമ തന്നെ പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടാലോ. കുരിശ് ചുമക്കണം. നാം കുരിശ് ചുമക്കാതെ യാതൊരു നിവൃത്തിയുമില്ല. ചെറിയ ചെറിയ കുരിശുകൾ നാം ചുമന്നു തുടങ്ങണം. അപ്പോൾ വലിയവയും ചുമക്കാൻ നമുക്ക് എളുപ്പമായി വരും. അതെ, അൽഫോൻസാമയുടെ ജീവിതത്തിലൂടെ നമുക്ക് നോക്കിയാൽ നമുക്കറിയാം ദൈവം അനുവദിച്ച കുരിശുകൾ ഉണ്ടായിരുന്നു അല്ലേ? അവൾ ഉണ്ടാകുമ്പോൾ തന്നെ അവളുടെ അമ്മ മരിച്ചു പോകുന്നു. തുടർന്ന് അമ്മയുടെയും അപ്പൻ്റെയും ഒന്നും സ്നേഹം കിട്ടാതെ സഹോദരങ്ങളിൽ നിന്നും അമ്മച്ചിയിൽ നിന്നും ഒക്കെ മാറ്റപ്പെട്ട് പേരമ്മച്ചിയുടെ കൂടെ ജീവിച്ചു എന്ന് പറയുമ്പോഴും വളരെ കർശനക്കാരിയായ ആ പേരമ്മച്ചിയുടെ ശാസനത്തിലൊക്കെ ആ പിഞ്ച് ഹൃദയം മുറിപ്പെടുന്നുണ്ടല്ലേ? പിന്നെയും തുടർന്നും മഠത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടും ഒരുപാട് തടസ്സങ്ങളും രോഗങ്ങളും. എന്നാൽ ഇതിനെയൊക്കെ അവൾ കൈനീട്ടി സ്വീകരിച്ചു. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും അവൾ ഒരു പരാതിയും കൂടാതെ ഈശോയോടുള്ള സ്നേഹത്താൽ അതിനെയെല്ലാം സ്വീകരിച്ച് അതെല്ലാം ഏറ്റെടുത്താണ്. അത് ഇന്ന് നമ്മളൊക്കെ ഇങ്ങനെ എല്ലാം ലൈഫ് വളരെ സിമ്പിളാക്കി ഈസിയാക്കി ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കേണ്ട സാധാരണ സഹനങ്ങൾ പോലും നാം അനുഭവിക്കുക, അതിനെയൊക്കെ തട്ടിക്കളഞ്ഞ് ലൈഫ് ഇങ്ങനെ വളരെ സിമ്പിളാക്കി നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കുഞ്ഞുങ്ങളെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ നാം വളർത്തുമ്പോൾ, അൽഫോൻസാമയെ നോക്കിക്കേ, ഈ സഹനങ്ങളെല്ലാം അവൾ ഏറ്റെടുത്താണ് പിന്നീട് മറ്റുള്ളവരുടെ സഹനങ്ങളും ഏറ്റെടുക്കുവാനും ദൈവത്തോട് തന്നെ സഹനങ്ങൾ ചോദിച്ചു വാങ്ങിക്കാനും ഒക്കെ തക്ക വിധത്തിൽ അവൾ അത്രമാത്രം ഉയരുന്നത്. എന്നാൽ ഈ യാത്ര, ഈ പ്രക്രിയ അത്ര എളുപ്പമായിരുന്നു? തീർച്ചയായിട്ടും അവൾ വീണിട്ടുണ്ട് അല്ലെ? വീണ് അവിടെ നിന്നും എഴുന്നേറ്റാണ് ഈ യാത്ര അവൾ മുന്നോട്ട് തുടരുന്നത് അല്ലെ? 3-ാം സ്ഥലം, 7-ാം സ്ഥലം, 9-ാം സ്ഥലം, ഈശോ 1, 2, 3 പ്രാവശ്യം വീഴുന്നു. അതെ, നമുക്കറിയാം ഈശോ ഇത്രമാത്രം പീഡാസഹനങ്ങളുടെ നടുവിൽ അവൻ വീണിട്ടും വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് തൻ്റെ കാൽവരി യാത്ര, കുരിശിലേക്കുള്ള തൻ്റെ ആ യാത്ര തുടരാൻ ഈശോയെ പ്രേരിപ്പിച്ചത് എന്താണ്? അതെ, ദൈവപിതാവിൻ്റെ ഹിതം ഇങ്ങനെയും നിറവേറ്റണം, ലോകരക്ഷ സാധ്യമാക്കണം. ആ ദൈവപിതാവിനോടുള്ള സ്നേഹം, മനുഷ്യ മക്കളോടുള്ള സ്നേഹമാണ് ഈശോയെ എഴുന്നേൽപ്പിച്ചത്. അതെ, അൽഫോൻസാമയും ഈ സ്നേഹമായിരുന്നു അവളെയും എഴുന്നേൽപ്പിച്ചത്. ആദ്യം തന്നെ അവൾ പുണ്യപൂർണ്ണത പ്രാപിച്ചു? ഇല്ല. അവൾ സ്നേഹിച്ചും സഹിച്ചും ക്ഷമിച്ചും ഒക്കെ വീണ് അവിടെ നിന്ന് എഴുന്നേറ്റാണ് അവൾ തൻ്റെ കാൽവരി യാത്ര തുടരുന്നത്. നമുക്കറിയാം അൽഫോൻസാമ തീക്കുണ്ടത്തിൽ വീഴുന്നുണ്ട് അല്ലേ? എന്നാൽ അവൾ അവിടം കൊണ്ട് അവസാനിപ്പിച്ചോ? ഇല്ല. അവൾ വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് തൻ്റെ മഠത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. അതെ,
അവളുടെ ആ സ്നേഹാഗ്നി, അവളിലെ സ്നേഹാഗ്നി അത് അണഞ്ഞു പോകുന്നില്ല, പകരം അത് ആളിക്കത്തുകയാണ്. അൽഫോൻസ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ റെഡി ഫോർ ബാറ്റിൽ എന്നാണ്. അവസാന ശ്വാസം വരെ അവള് നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. കാരണം അവൾ പറയുന്നു, കർത്താവിന്റെ ദുഃഖത്തിന് ശമനം വരുത്താൻ എന്ത് കഷ്ടതകളും സസന്തോഷം സ്വീകരിക്കാൻ ഞാൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെന്ന്. അതെ, അവൾക്ക് ആ ഉറച്ച ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു അല്ലെ, അതിന് ഒരു പ്രതിബദ്ധതയുണ്ടായിരുന്നു. അതെ, അവൾ പറയുന്നു, ഞാൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെന്ന്. എന്നാൽ എന്തൊക്കെ പ്രതിജ്ഞ നമ്മൾ എടുത്താലും നമ്മൾ സാധാരണ മനുഷ്യരല്ലേ. ഈ ഭൂമിയിൽ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്ര തുടരണമെങ്കിൽ നമുക്ക് തനിയെ സാധിക്കുമോ? ഇല്ല, നമുക്കതിന് സ്വർഗത്തിന്റെ കൂട്ട് തന്നെ വേണം അല്ലെ. 4-ാം സ്ഥലം, ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു. അതെ, നമുക്കറിയാം, ഉണ്ടായ ഉടനെ അമ്മയെ നഷ്ടപ്പെടുന്ന, അമ്മ മരിച്ചു പോകുന്ന അൽഫോൻസ, അന്നക്കുട്ടി, പരിശുദ്ധ അമ്മയെ തന്റെ സ്വന്തം അമ്മയായി സ്വീകരിച്ചു. ഈശോയെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തിയ പരിശുദ്ധ അമ്മ തന്നെയാണ് നമ്മുടെ അന്നക്കുട്ടിയെയും വളർത്തിയത് എന്നതിൽ ഒരു സംശയവുമില്ല. കാരണം നമുക്കറിയാം, ഒരു പെൺകുഞ്ഞിനോട് ഒരു അമ്മയ്ക്ക് മാത്രം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ. അത് പേരമ്മച്ചി പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അതുപോലുള്ള സാഹചര്യങ്ങളിൽ, അതുപോലുള്ള പ്രലോഭനങ്ങളിലൊക്കെ അവൾ എത്ര വിവേകത്തോടെയാണ്, അല്ലെങ്കിൽ എത്ര വീരോചിതമായിട്ടാണ്, പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്താലാണ് അവൾ അതിനോടൊക്കെ പ്രതികരിക്കുന്നതെന്ന് നമുക്കറിയാം. അതെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തി അവൾക്കുണ്ടായിരുന്നു. അവൾ പരിശുദ്ധ അമ്മയുടെ നീലക്കാപ്പയ്ക്കുള്ളിൽ പൊതിയപ്പെട്ടിരുന്നു എന്നതിൽ സംശയമില്ല. അതെ, അതുകൊണ്ടാണല്ലോ അവൾ ഒരു സിസ്റ്റർ ആയപ്പോൾ അവൾ സ്വീകരിച്ച പേരെന്തായിരുന്നു? അമലോത്ഭവത്തിന്റെ അൽഫോൻസ എന്നായിരുന്നു അല്ലെ. പരിശുദ്ധ അമ്മയോട് മാത്രമല്ല, വിശുദ്ധരോടും അവൾക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. നമുക്കറിയാം, വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ ജീവചരിത്രം വായിച്ചാണ് അവൾക്ക് ഇതുപോലൊരു വിശുദ്ധയാകണം എന്നൊക്കെയുള്ള ആഗ്രഹം അവളുടെ ഉള്ളിൽ കുഞ്ഞുനാളിലെ മുട്ടിടുന്നത്. കൊച്ചുത്രേസ്യ തന്നെ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് നീ ഒരു കന്യാസ്ത്രീ ആകണം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം, വിശുദ്ധ ചാവറയച്ചൻ അവൾക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വിശുദ്ധ ചാവറയച്ചനോട് നൊവേന ചൊല്ലി 9-ാം ദിവസം അത്ഭുതകരമായ രോഗശാന്തി അവൾക്ക് ലഭിക്കുന്നുണ്ട്. അതെ, ഈ വിശുദ്ധരോട് ഒക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു അവൾക്ക്. മാത്രമല്ല, ഇവരിൽ നിന്നുമൊക്കെ അവൾ സഹായം സ്വീകരിച്ചിരുന്നു അല്ലെ. അവരോടൊക്കെ മാധ്യസ്ഥം ചോദിച്ച് അവൾ സഹായം സ്വീകരിച്ചിരുന്നു. എന്നാൽ സ്വർഗവാസികളോട് മാത്രമല്ല, ഭൂവാസികളോടും, അതായത് മനുഷ്യരോടും അവരുടെ കയ്യിൽ നിന്നും സഹായം സ്വീകരിക്കാൻ അവൾക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. 5-ാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. സൃഷ്ടികളുടെ സേവനം ആവശ്യമില്ലാത്ത സൃഷ്ടാവ് സൃഷ്ടിയിൽ നിന്നും സഹായം സ്വീകരിക്കുന്നു. നമുക്കറിയാം, ശിമയോൻ അത്ര ഇഷ്ടത്തോടെ ഒന്നുമല്ല, ഇഷ്ടക്കേട് കാണിച്ചൊക്കെയാണ് ഈശോയെ സഹായിക്കുന്നത് അല്ലെ. എന്നാൽ ഈശോ അവനെയും ചേർത്തു പിടിച്ച്, ഇത്ര എളിമയോടെയാണ് ആ സഹായവും സ്വീകരിച്ച് അവനെയും ചേർത്ത് പിടിച്ച് തൻ്റെ കാൽവരി യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ. അതെ, ഇതുപോലെ തന്നെയായിരുന്നു അൽഫോൻസാമയും. അൽഫോൻസാമയെ ശുശ്രൂഷിക്കാൻ വന്നവര്, അല്ലെങ്കിൽ അൽഫോൻസാമയുടെ സഹസന്യാസികളിൽ നിന്നും ഒക്കെ അവര് അത്ര ഇഷ്ടത്തോടെ ഒന്നുമല്ല അവളെ സഹായിച്ചിരുന്നത്, അല്ലെങ്കിൽ അവളെ ശുശ്രൂഷിച്ചിരുന്നത്. എന്നാൽ അവരുടെ ഇഷ്ടക്കേടും അവരുടെ കുത്തും ഒക്കെ കേട്ട് അതൊക്കെ അവള് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ആ ഒരു ശത്രുക്കളെ പോലും മിത്രമാക്കി മാറ്റുന്ന തൻ്റെ ഈശോയുടെ മനോഭാവത്തോടെയാണ് അവരെയും ചേർത്ത് പിടിച്ചാണ് അവൾ തൻ്റെ കുരിശിൻ്റെ വഴിയെയുള്ള ആ യാത്ര അവൾ മുന്നോട്ട് നീങ്ങുന്നത് അല്ലേ. ഇന്നത്തെ ഒരു ബിസി ലോകത്ത് നമുക്ക് അപരനെ അന്വേഷിക്കാൻ പോയിട്ട് ഒന്ന് തലയുയർത്തി നോക്കാൻ പോലും സമയമില്ലാതെ നാം ഇങ്ങനെ നെട്ടോട്ടം ഓടുമ്പോൾ അൽഫോൻസാമ നമ്മെ വെല്ലുവിളിക്കുകയാണ്. അൽഫോൻസാമ പറയുകയാണ്, പുഞ്ചിരി ഒരു തിരിവട്ടമാണ്, സങ്കടപ്പെടുന്നവരുടെ മുഖത്തേക്ക് നോക്കി ഞാൻ പുഞ്ചിരിക്കുമെന്ന്. നോക്കിക്കേ, സങ്കടപ്പെടുന്നവരുടെ മുഖത്തേക്ക് ഞാൻ നോക്കി പുഞ്ചിരിക്കുമെന്ന്. അപ്പോൾ അവൾക്ക് സങ്കടമൊന്നുമില്ല അല്ലേ. ഇത്ര സഹനങ്ങളുടെ നടുവിലും അവരനെ നോക്കി പുഞ്ചിരിക്കാൻ, അവരുടെ സങ്കടം മനസ്സിലാക്കി അവരെ നോക്കി പുഞ്ചിരിക്കാൻ സാധിക്കണമെങ്കിൽ അവളുടെ ഉള്ളിൽ അത്രമാത്രം ഈശോ ഇങ്ങനെ തുളുമ്പി നിൽക്കുകയായിരുന്നു അല്ലേ. നമുക്കറിയാം, അൽഫോൻസാമ ഇങ്ങനെ കുർബാന സ്വീകരിച്ച് ഈശോയെ സ്വീകരിച്ച് വരുമ്പോൾ ചിരിച്ചുകൊണ്ട് വരുന്നത് കാണാൻ സഹസന്യാസികൾ കൊതിയോടെ നിന്നിരുന്നു അത്രേ. ഒരിക്കലും അൽഫോൻസാമ കുർബാന സ്വീകരിച്ചിട്ട് വരുമ്പോൾ നേരെ മറുവശത്തുണ്ടായിരുന്ന ഒരു മദ്യപാനി അൽഫോൻസാമയെ കണ്ട് മാനസാന്തരപ്പെട്ടു എന്ന്. അവിടെ അൽഫോൻസാമ മിണ്ടുന്നില്ല, അൽഫോൻസാമ വചനപ്രഘോഷണം നടത്തുന്നില്ല. അൽഫോൻസാമയെ കണ്ട മാത്രയിൽ അവന് മാനസാന്തരം സംഭവിച്ചു.
നമ്മളൊക്കെ ദിവസവും എത്ര പേരോട് സംസാരിക്കുന്നു, ഇടപെടുന്നു അല്ലേ? നമ്മുടെ അടുത്തേക്ക് വരുന്നവർക്ക് നാം എന്താണ് കൊടുക്കുന്നത്? 8ാം സ്ഥലം, ഈശോ ഓർസ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. നോക്കിക്കേ, ഈശോ തന്നെ ആശ്വസിപ്പിക്കാൻ വരുന്നവരുടെ ശ്രദ്ധ അവനിൽ നിന്നും മാറ്റി അവരിലേക്ക് തിരിച്ച് അവരെ ഭാവിയെ അഭിമുഖീകരിക്കാൻ ശക്തിപ്പെടുത്തുന്നു, ഒരുക്കുന്നു. നമ്മുടെ അൽഫോൻസാമ ഇത് തന്നെയല്ലേ ചെയ്തത്? തൻ്റെ കിടക്കയ്ക്കരികെ വരുന്നവരുടെ അവരുടെ ശ്രദ്ധ അവളിൽ നിന്നും മാറ്റി അവരിലേക്ക് തിരിക്കുന്നു. അതെ, അവൾ പ്രവചിച്ചിരുന്നു എന്നും അത് ഭാവിയിൽ സംഭവിച്ചു എന്നും ഒക്കെ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതെ, അവർക്ക് തൻ്റെ ജീവിത സാക്ഷ്യം കൊണ്ട് ജീവിക്കാൻ ധൈര്യവും ശക്തിയും പ്രത്യാശയും പകർന്നു കൊടുത്തു. അതെ, അവളെ സമീപിക്കുന്നവർക്കൊക്കെ തിരിച്ചു പോകുമ്പോൾ വലിയ ശക്തിയാണ് ലഭിച്ചിരുന്നത്. അവൾക്ക് വേണമെങ്കിൽ എല്ലാവരുടെയും കുറ്റം പറഞ്ഞ് കേൾപ്പിക്കാമായിരുന്നു. അവൾക്ക് മറ്റുള്ളവരെ വിധിച്ച് മറ്റുള്ളവരുടെ ആശ്വാസം പിടിച്ചു പറ്റി അല്ലെ, സഹതാപം പിടിച്ചു പറ്റാനൊക്കെ നല്ല അവസരമാണ്, എല്ലാം പറഞ്ഞു കേൾപ്പിച്ച്. പക്ഷെ അവൾ പറഞ്ഞിരുന്നത് എന്താണ്? അവൾ കൊടുത്തിരുന്നത് ഈശോയെയായിരുന്നു അല്ലെ. ഒരിക്കൽ അവൾക്ക് പല്ലിനെ സംബന്ധിച്ചൊരു ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നു. അത് നമ്മുടെ അൽഫോൻസാമയല്ലേ ആള്. അത് ആരോടെങ്കിലും പറയുമോ? ഇല്ല. കൂടെയുള്ള സഹസന്യാസികൾ പറഞ്ഞാണ് അവളെ ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയാക്കുമ്പോൾ അതിനുശേഷം ആ ഡെന്റിസ്റ്റ് പറയുകയാണ്, ഇതുപോലൊരു സഹനശക്തി മറ്റാരിലും ഞാൻ കണ്ടിട്ടില്ല, ഈ സന്യാസി എനിക്ക് ജീവിക്കാൻ ധൈര്യം തരുന്നുവെന്ന്. ഓക്കെ, അതെ, അവൾ മറ്റുള്ളവർക്ക് ധൈര്യം പകർന്നു കൊടുത്തു. മറ്റൊരു അവസരത്തിൽ നമുക്കറിയാം, ബഹുമാനപ്പെട്ട ജെയിംസ് കാളാശ്ശേരി പിതാവ് അല്ലെ, അവളെ കാണാൻ വരുമ്പോൾ പിതാവ് ചോദിക്കുന്നുണ്ട്, അൽഫോൻസേ, ഉറക്കമില്ലാത്ത രാത്രികളിൽ നീ എന്താണ് ചെയ്യുന്നതെന്ന്. സാക്ഷാൽ മെത്രാനാണ് മുൻപിൽ നിൽക്കുന്നത്. അവൾക്കെല്ലാം അല്ലെ, എല്ലാവരെ കുറിച്ചും കുറ്റം പറയാം, നല്ല അവസരമാണ് അല്ലെ, അവൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ അവൾ എന്താണ് പറഞ്ഞത്? ഞാൻ സ്നേഹിക്കുകയാണ്. അതെ, അവൾ ഇന്നും തൻ്റെ ഖബറിടത്തെ സമീപിക്കുന്നവർക്ക് അവൾ ഭൂമിയിലായിരുന്നപ്പോൾ എന്ത് ചെയ്തുവോ അതേ കർത്തവ്യം അവൾ ഇന്നും തുടരുകയാണ്. തന്നെ സമീപിക്കുന്നവർക്ക് അവൾ ഇന്നും ദൈവത്തിൽ നിന്നും സഹായം മേടിച്ച് മാധ്യസ്ഥം തേടി അവർക്ക് കൊടുക്കുകയാണ്. 10ാം സ്ഥലം, ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. അതെ, തൊലി ഉരിയുന്ന പോലത്തെ അവസ്ഥകളിലൂടെ നമ്മുടെ അൽഫോൻസാമ കടന്നു പോയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു വിശുദ്ധന്റെ ജീവചരിത്രമാണ്, ആ വിശുദ്ധന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അൽഫോൻസാമ ഏത് സഭയിൽപ്പെട്ട സിസ്റ്റർ ആയിരുന്നു? FCC അല്ലെ, ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ. ഫ്രാൻസിസ്, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. വിശുദ്ധന്റെ ജീവിതത്തിൽ ഒരു വളരെ ഹൃദയസ്പർശിയായ ഒരു സംഭവമുണ്ട്. മെത്രാന്റെ അരമനയിൽ തൻ്റെ പിതാവ് പറയുകയാണ്, നീ ഉടുത്തിരിക്കുന്ന വസ്ത്രം പോലും എൻ്റേതാണ് എന്ന് പറയുന്ന സമയം ആ വിശുദ്ധൻ തൻ്റെ ഉടുവസ്ത്രം പോലും ഉരിഞ്ഞ് സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി, പിതാവേ, ആബാ പിതാവേ, ഇന്നു മുതൽ സ്വർഗസ്നായ പിതാവാണ് എൻ്റെ അപ്പൻ എന്ന് ഏറ്റു പറയുന്ന ഒരു സംഭവമുണ്ട്. അതെ, ഈ ഫ്രാൻസിസ്കൻ ചൈതന്യം ജീവിച്ച നമ്മുടെ അൽഫോൻസാമയും ചുറ്റുമുള്ളവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ, എന്തും ചെയ്തു കൊള്ളട്ടെ, അവളുടെ ദൃഷ്ടി സ്വർഗത്തിലേക്കായിരുന്നു, അവളുടെ ദൃഷ്ടി ദൈവത്തിലേക്കായിരുന്നു. ഇതുപോലൊരു സംഭവം നാം ബൈബിളിലും വായിക്കുന്നുണ്ട്. നമുക്കറിയാം, സ്തേഫാനോസ്, എല്ലാവരും അവനെ കല്ലെറിയുമ്പോഴും എല്ലാവരും അവനെ കുറ്റം വിധിക്കുമ്പോഴും അവൻ്റെ മുഖം ഒരു മാലാഖയെ പോലെ പ്രശോഭിക്കുകയായിരുന്നു. അവൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ അവൻ കാണുന്നത് എന്താണ്? പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന, അവനെ സ്വീകരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ഈശോയെയാണ്. അതെ, നമ്മുടെ അൽഫോൻസാമയും തലയുയർത്തി നോക്കിയിരുന്നത് ഈശോയെയാണ്. ഈശോ എന്ന് പറയുമ്പോൾ കുരിശിലെ ഈശോയാണ്. നമ്മളോടൊക്കെ ഈശോ കൂടെയുണ്ട് എന്ന ഭാവനയിൽ കാണാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പടം ഓർക്കാൻ പറയുമ്പോൾ നമ്മളൊക്കെ സാധാരണ ഓർക്കുന്നത് എന്താണ്? നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്ന, നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു തിരുഹൃദയ ഈശോ, അഥവാ ഒരു നല്ലിടയനായ ഈശോയൊക്കെയാണ് അല്ലേ. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അൽഫോൻസാമയെ നമ്മിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത് ഇതാണ്. അൽഫോൻസാമ പറയുകയാണ്, ഞാൻ ഈശോയോടൊപ്പം കുരിശിലാണ്. 11ാം സ്ഥലം, ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുന്നു അല്ലെ. അൽഫോൻസാമ തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഞാനിപ്പോൾ കുരിശിലാണ് കിടക്കുന്നത്. കുരിശിൽ കിടന്ന കർത്താവിന് കാലും കൈയും അനക്കുവാനോ തിരിഞ്ഞു കിടക്കുവാനോ കഴിഞ്ഞില്ലല്ലോ.
തലയിണയോ കിടക്കയോ അവിടത്തേക്കില്ലായിരുന്നു. കുരിശിൻ ചുവട്ടിൽ നിന്നിരുന്നവർ കരുണയില്ലാതെ കർത്താവിനെ നിന്ദിക്കുകയല്ലേ ചെയ്തത്. കർത്താവിന് യാതൊരു ആശ്വാസവും ഇല്ലായിരുന്നല്ലോ. ഞാൻ കർത്താവിൻ്റെ മണവാട്ടിയല്ലേ. എൻ്റെ മണവാളന്റെ വേദനകളോടൊത്ത് നോക്കുമ്പോൾ എൻ്റേത് എത്ര നിസ്സാരം. ഇനിയും എത്ര വേണമെങ്കിലും സഹിക്കാൻ ഞാൻ ഒരുക്കമാണ്. കർത്താവല്ലേ എൻ്റെ കൂടെയുള്ളത്, പിന്നെന്താ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം അൽഫോൻസാമ്മ അല്ലെ ഇതിൽ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു കുഞ്ഞു സഹനം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? ഓ, ഞാൻ ഇങ്ങനെയൊക്കെ ഇത്രയും നന്നായിട്ട് ജീവിച്ചിട്ടും എനിക്കിത് വന്നല്ലോ, എന്തിനാണ് എനിക്കിത് ദൈവം തന്നല്ലോ എന്നൊക്കെയാണ്. പക്ഷെ അൽഫോൻസാമ്മ നോക്കിക്കേ, ഇത്രയെല്ലാം സഹിച്ചിട്ടും അൽഫോൻസാമ്മ തൻ്റെ സഹനങ്ങളെല്ലാം തട്ടിച്ചു നോക്കിയത് ആരുമായിട്ടാണ്? ഈശോയായിട്ടാണ്. അതുകൊണ്ടല്ലേ അവൾ പറയുന്നത്, അവൾക്കൊരു പരാതിയുമില്ല. അവൾ പറയുകയാണ്, എൻ്റെ മണവാളൻ്റേതുമായിട്ട് നോക്കുമ്പോൾ ഇതൊന്നുമല്ല, ഇനിയും സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്നല്ലേ. ഞാനൊന്ന് പറയട്ടെ, ഈശോയെ പ്രഘോഷിക്കാൻ നാം വചനവേദികൾ തേടി പോകണമെന്നില്ല. ഈശോയെ അനുഭവിക്കാൻ, ഈശോയെ ഒന്ന് കാണുവാൻ നാം ധ്യാന കേന്ദ്രങ്ങൾ കയറിയിറങ്ങി നടക്കണമെന്നില്ല, അല്ലെങ്കിൽ അത്ഭുതങ്ങളുടെ പിന്നാലെ ഓടണമെന്നില്ല. നാം എവിടെ ആയിരിക്കുന്നുവോ അവിടെ ആയിരുന്നു കൊണ്ട്, നിങ്ങൾ സ്കൂളിലാണോ, കോളേജിലാണോ, ഓഫീസിലാണോ, ഹോസ്പിറ്റലിലാണോ, അല്ല അടുക്കളയിലാണോ, എവിടെ ആയിരിക്കുന്നുവോ അവിടെ ആയിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഈശോയെ പ്രഘോഷിക്കാം. അവിടെ ആയിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഈശോയെ അനുഭവിക്കാം. അവിടെ ആയിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഈശോയെ ദർശിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമല്ലേ നമ്മുടെ അൽഫോൻസാമ്മ. അൽഫോൻസാമ്മയ്ക്ക് വേണമെങ്കിൽ ആ കട്ടിലേക്ക് കിടന്നുകൊണ്ട് എല്ലാവരെയും കുറ്റം വിധിക്കാമായിരുന്നു, എല്ലാവരെ കുറിച്ചും പരാതിപ്പെടാമായിരുന്നു. അവൾക്ക് തെറ്റായ ചിന്തകളിലൂടെ പോലും പാപം ചെയ്യാമായിരുന്നു. കാരണം ആരും അവളെ കാണുന്നില്ലല്ലോ. പക്ഷെ അവളുടെ വിശുദ്ധി ദൈവം കണ്ടു എന്നതിൻ്റെ സാക്ഷ്യമാണ്, എന്നതിൻ്റെ തെളിവാണ് അവൾക്ക് ദൈവം നൽകിയ വിശുദ്ധ പദവി. അതെ, അൽഫോൻസാമ്മ എന്താണ് ചെയ്തത്? അവൾ ആ കട്ടിലിനെ അൾത്താരയാക്കി മാറ്റി അല്ലെ. അവൾ അവിടെ കിടന്നുകൊണ്ട് ബലിയർപ്പിച്ചു, ബലിവേദിയാക്കി. എങ്ങനെ? 12-ാം സ്ഥലം, ഈശോ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. അതെ, അനുദിനവും അനുനിമിഷവും അവൾ തൻ്റെ അഹത്തോട്, താല്പര്യങ്ങളോട്, ഇഷ്ടങ്ങളോടൊക്കെ അവൾ സദാ മരിച്ചുകൊണ്ടിരുന്നു. എന്താണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ, അവൾ ഇതിനെല്ലാം വേണ്ടെന്ന് വെച്ചു. ദൈവത്തിന്റെ ഹിതം അവൾ ഈശോയോട് പറയുന്നുണ്ട്, ഈശോയെ എന്തെങ്കിലും എൻ്റെ ഇഷ്ടത്തിനൊത്ത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിന്റെ ഇഷ്ടമല്ലേ ഞാൻ നിറവേറ്റിയിട്ടുള്ളൂ എന്ന് അവൾ കള്ളനെ കണ്ട് പേടിക്കുമ്പോൾ ആ അബോധാവസ്ഥയിൽ അവൾ പറയുന്നുണ്ട്. അപ്പം അത്രമാത്രം അവൾ ഓരോ നിമിഷവും അവൾ ഈശോയുടെ ഹിതം അല്ലെ, തൻ്റെ തന്നെ ഇഷ്ടങ്ങളൊക്കെ അവൾക്കും ഉണ്ടായിരുന്നു, അതിനോടെല്ലാം മരിച്ച് അവൾ അവനോട് ഒന്നാവുകയാണ് അല്ലെ. നാം പൗലോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ, കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഈശോയുടെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ ഈശോയുടെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഈശോയെ പ്രതി മരണത്തിന് സദാ ഏൽപ്പിക്കുന്നു എന്നൊക്കെ. ഇത് നമ്മുടെ അൽഫോൻസാമ്മയുടെ ജീവിതത്തിലൂടെ ഒന്ന് നോക്കിയാൽ, അൽഫോൻസാമ്മ പറയുന്നതായിട്ട് ഈ വചനം നമുക്കൊന്ന് ഒരു പ്രാവശ്യം കൂടെ കേട്ടാൽ നമുക്കിത് ക്ലിയർ ആകും അല്ലെ. ഈശോയുടെ ജീവൻ എൻ്റെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞാൻ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. അതെ, അവൾക്ക് രോഗമുണ്ടാകുമ്പോഴും എല്ലാം അവൾ ഈശോയുടെ ജീവൻ തൻ്റെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അതിനെയെല്ലാം സസന്തോഷം അവൾ സംവഹിക്കുകയായിരുന്നു അല്ലെ. എൻ്റെ മർത്യ ശരീരത്തിൽ ഈശോയുടെ ജീവൻ പ്രത്യക്ഷമാകുന്നതിന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈശോയെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. അതെ, അവൾ സദാ അവൾ ഈശോയ്ക്ക് വേണ്ടി അവൾ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പരിത്യജിച്ചുകൊണ്ടേയിരുന്നു അല്ലെ. 13-ാം സ്ഥലം, ഈശോയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈശോ ആ പരിശുദ്ധ അമ്മയുടെ മടിയിൽ ഇങ്ങനെ ആ പിറന്നു വീണ അതേ പരിശുദ്ധിയിൽ ഇപ്പോൾ ഇതാ മയങ്ങിക്കിടക്കുന്നു അല്ലെ. നമ്മുടെ അൽഫോൻസാമ്മയും പറയുന്നുണ്ട്, മാമോദീസായി ലഭിച്ച വരപ്രസാദം ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന്. അതെ, അത്ര വിശുദ്ധിയോടെ അവൾ ജീവിച്ചു. ഇന്നും അവൾ സഭാമാതാവിന്റെ മടിത്തട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ് അല്ലെ. 14-ാം സ്ഥലം, ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോയോട് കൂടെ മരിക്കുന്നവർ ഈശോയോട് കൂടെ ഉയർപ്പിക്കപ്പെടും. ഈശോയോട് കൂടെ സംസ്കരിക്കപ്പെടുന്നവർ ഈശോയോട് കൂടെ ഉയർപ്പിക്കപ്പെടും. അതെ, ഒന്ന് ഓർത്ത് നോക്കിക്കേ, ജീവദാതാവായ ദൈവം അല്ലെങ്കിൽ ജീവൻ തന്നെയായ ദൈവം മനുഷ്യരാൽ സംസ്കരിക്കപ്പെടാൻ മാത്രം അത്രമാത്രം ശൂന്യമാക്കുകയാണ് ദൈവം.
അതെ, അവളും ഈശോയോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. ഞാൻ അൽഫോൻസാമ്മയുടെ ജീവിതത്തിലൂടെ തന്നെ ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഈ അൽഫോൻസാമ്മയുടെ വിശുദ്ധിയൊക്കെ കണ്ടിട്ട് മദർ അവളോട് പറയുകയാണ്, ഇതൊക്കെ ഒന്ന് കുറിച്ച് വെക്ക് നീ എന്ന്. ഇന്നത്തെ നമ്മുടെ ഒരു ലോകത്ത് നമുക്കറിയാം, നമ്മൾ ചെയ്യുന്നതിൻ്റെയും ഒക്കെ നമ്മളിങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ അത് പോസ്റ്റ് ചെയ്തും അതിൻ്റെ സ്റ്റാറ്റസ് ഇട്ടും റീൽസ് എടുത്തും ഒക്കെ നമ്മൾ എന്തോ ഒക്കെ ആണ് അല്ലെങ്കിൽ എന്തോ ഒക്കെ ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ, നമ്മളെ തന്നെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അൽഫോൻസാമ്മ നമ്മെ വെല്ലുവിളിക്കുകയാണ്. അൽഫോൻസാമ്മ എന്ത് ചെയ്തെന്നോ? അൽഫോൻസാമ്മ അത് കുറിച്ച് വെച്ചില്ല എന്നല്ല, അൽഫോൻസാമ്മ മദറിനെ കൊണ്ട് തൻ്റെ പക്കലുണ്ടായിരുന്ന ഡയറി കുറിപ്പുകളെല്ലാം കത്തിച്ച് കളയിപ്പിച്ചു. അതെ, അൽഫോൻസാമ്മ പറയുന്നു അത് ആരും അറിയണ്ട. അത് നമുക്കറിയാം, ആദ്യകാലങ്ങളിലൊക്കെ അല്ലെ കൊച്ചുറീഫെ പുണ്യതയെ പോലെ ഒരു വിശുദ്ധയാകണമെന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വിശുദ്ധയാകണമെന്നൊക്കെ അവൾ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. എന്നാൽ പിന്നീട് അവൾ അത്രമാത്രം ഈശോയെ സ്നേഹിച്ച് കഴിയുമ്പോൾ പിന്നെ ആരാലും അറിയപ്പെടാതെ ജീവിക്കാനാണ് അവൾ ആഗ്രഹിച്ചത്. അവൾ പറയുന്നുണ്ട് മദറിനോട്, ഞാൻ മരിച്ചു, എൻ്റെ മരണശേഷം ആരും എന്നെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന്. അത്രമാത്രം അവിടെ പിന്നെ ഞാനില്ല അല്ലെ, ഈശോ മാത്രം. അത്രമാത്രം അവൾ ഈശോയെ സ്നേഹിച്ചു. അതെ, അവൾ പറയുന്നുണ്ടല്ലോ, ഈശോയെ പൂർണ്ണമായി സ്നേഹിക്കുക, ഇത് മാത്രമേ ഇഹത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂവെന്ന്. അതെ, അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈശോ അവളെ ഉയർപ്പിച്ചു. അതെ, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ എന്താണ് 12-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലും അത് വളരെ ഫലം പുറപ്പെടുവിക്കും അല്ലേ. അതെ, അവൾ ഗോതമ്പ് മണി പോലെ അഴിഞ്ഞു, അവൾ വറ്റില പോലെ അഴുകി. അൽഫോൻസാമ്മ തന്നെ പറയുന്ന, അൽഫോൻസാമ്മയുടെ തന്നെ വാക്കുകളാണ്, മുന്തിരി പോലെ ചതഞ്ഞു, ഗോതമ്പ് പോലെ പൊടിഞ്ഞു. അപ്പോഴെന്ത് സംഭവിച്ചു? അവൾ ഏറെ ഫലം പുറപ്പെടുവിച്ചു. ഇന്ന് ലോകം മുഴുവൻ ദൈവരാജ്യത്തിന്റെ ഫലം പുറപ്പെടുവിച്ച് അവളിങ്ങനെ മാലാഖമാരോടൊത്ത് വാനിൽ നമ്മെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്.